ഈ ജാമിയ മില്ലിയ എന്ന് പറയുന്ന സർവകലാശാല ഉണ്ടാക്കി, ഞാനതിൻ്റെ ഒരു മഹത്വം പറയുകയാണ്. ഒരു 10 വർഷം പിന്നിട്ടപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നു. അപ്പോൾ 1920 ജാമിയ ഉണ്ടാകുന്നത്. ഒരു 30-35 കാലഘട്ടത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി വന്നു. ഈ യൂണിവേഴ്സിറ്റി നടത്തിക്കൊണ്ടുപോകാൻ നിർവാഹമില്ലാത്തൊരു സാഹചര്യം. കുറച്ച് ആളുകൾ ബാപ്പുജിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ബാപ്പു ജാമിയ നമ്മൾ അടക്കേണ്ടി വരും. അപ്പോൾ അന്ന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി 2 യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ. ഒന്ന് ജാമിയ മില്ലിയാണ്, മറ്റൊന്ന് കാശി വിദ്യാപീഠമാണ്. ഇപ്പം അത് മഹാത്മാഗാന്ധി കാശി വിദ്യാപീഠമാണ്. കാശി വിദ്യാപീഠും അതുപോലെ ജാമിയ മില്ലിയാണ് രാജ്യത്തിന് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന 2 സർവകലാശാല. അപ്പോൾ ബാപ്പുജിനോട് വന്നിട്ട് പറഞ്ഞു, നമ്മളിത് പൂട്ടേണ്ടി വരും ബാപ്പുജി. ബാപ്പുജി പറഞ്ഞു, നമ്മളെന്താ ചെയ്യാം? അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്. ഈ ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്നാണല്ലോ അതിൻ്റെ പേര്, അല്ല ഇസ്ലാമിയ എന്നുള്ള പേര് നമുക്ക് അങ്ങോട്ട് കളയാം എന്ന് പറഞ്ഞു. ബാപ്പുജി സാധാരണഗതിയിലുള്ളതിനേക്കാൾ വളരെ ക്ഷുഭിതനായി പറഞ്ഞു, ജാമിയ മില്ലിയ ഇസ്ലാമിയ എന്ന പേരിൽ നിന്ന് ഇസ്ലാമിയ അടർത്തി മാറ്റിക്കഴിഞ്ഞാൽ ഞാനും ഈ വിദ്യാലയവും തമ്മിൽ പിന്നെ യാതൊരു ബന്ധവുമില്ല. അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പിഞ്ഞാണം കാട്ടി ഭിക്ഷ യാചിച്ചിട്ടായാലും ഞാനിതിൻ്റെ ഫണ്ട് റേസ് നടത്തുമെന്നാണ് അന്ന് ബാപ്പുജി പറഞ്ഞത്. അതാണ് ജാമിയ മില്ലിയ. ആ ജാമിയ മില്ലിയയിലെ വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് ഭരണകൂടത്തോട് വിരൽ ചൂണ്ടി പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. ഒരു വിഭാഗത്തെ മാത്രം നിങ്ങൾ തെരഞ്ഞുപിടിച്ച് പൗരന്മാരല്ലാതാക്കാനുള്ളൊരു പ്രക്രിയ തുടങ്ങുകയാണ്. അത് സമ്മതിക്കാൻ നിർവാഹമില്ല.